ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹാപ്പി സേഫ് ആയി സെറ്റായിട്ടെന്ന് വിശ്വസിക്കുന്നു. ബിഫോർ സ്റ്റാർട്ടിംഗ് മൈ വീഡിയോ ഞാൻ ആദ്യം തന്നെ പറയാം, കുട്ടികൾ ദയവ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണരുത്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാ, ഞാൻ ഇവളെ ഭയങ്കര ക്രഷാട്ടോ. ഉള്ളത് പറയാം, ഞാൻ ഭയങ്കര ക്രഷാ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രഷാണ്. പണ്ട് അർജു വന്ന് ഇവളെ ഊക്കുന്ന ടൈമിൽ എന്റെ മുത്തേക്ക് ഭയങ്കര കാര്യമായിരുന്നു. ഇനി ലാസ്റ്റ് വന്നിട്ട് കുട്ടികളും കൂടെ കാണുന്ന വീഡിയോ അല്ലേ എന്തിനിങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ആരും പറഞ്ഞുകൊണ്ട് വരണ്ട. ഞാൻ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം, എന്റെ വീഡിയോസ് കുട്ടികൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ മതിയാക്കിയതാണ്. ഈ പറയുന്ന ഇങ്ങനൊരു എല്ലാവരും അത് കണ്ടിട്ട് നീ പോയാൽ മതി. എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇതാ നായിന്റെ മോൻ നിങ്ങൾ അയച്ചു കൊടുക്കണം. ആർക്ക്? ഈ ജാസി എന്ന് പറയുന്നവരുണ്ടല്ലോ, ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് ആ നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇവളായിട്ട് കാണുമ്പോൾ മനസ്സിലും പറയണം പറ്റില്ല, ഇവനൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ M3X ഹായ് ചേട്ടാ, യോ ബ്രോ വെൽക്കം ടു മൈ സ്ട്രീം ബ്രോ, വെൽക്കം ടു മൈ സ്ട്രീം. ഇവിടെ പേരുന്ന ലോസ് പാർത്ത എന്റെ ക്രഷാട്ടാ. ലോസ് പാർത്ത പണ്ടത്തെ ക്രഷാ, ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ. പണ്ട് കാലങ്ങളിൽ പണ്ട് എല്ലാരും ഓളിങ്ങനെ ഊക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു. 5 കൊല്ലം അവള് പോലും അറിയാതെ ഞാൻ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാലം വീഡിയോ കാണാൻ വന്നല്ലേ ഞാൻ ഇപ്പൊ എവിടെയാണ് എത്തിപ്പോയെ. എടോ അവൾക്ക് ഇപ്പൊ പിള്ളേരുണ്ട്, അതാണ്. എടാ ഇപ്പോഴത്തെ കാര്യം അല്ലടാ അറിയുന്നത്, ഇപ്പല്ല ഇപ്പൊക്കെ വേണ്ട. ഞാൻ ഇത് പണ്ടത്തെ കാര്യം പറഞ്ഞു, ഞാൻ നൊസ്റ്റാൾജിയയിലേക്ക് പോയതല്ലേ. ഞാൻ പണ്ട് എന്താ ഇപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ കാണലും കൂടില്ല. ഞാൻ പണ്ടത്തെ ആ ഒരു ടൈമിലുണ്ടല്ലോ, എല്ലാരും ഇവിടെ കുണ്ടിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്ന ടൈമില് ഞാൻ ഇങ്ങനെ നോക്കി ഒരു നോക്ക് ഇപ്പൊ കണ്ണു പൊട്ടിയതേ അല്ല, പിന്നെ ചേലച്ചോണ്ട് വരുന്നു.